എറർ അനാലിസിസ്. ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് എറർ അനാലിസിസ്. അപ്പോൾ എറർ എന്ന് വെച്ചാൽ എന്താണ്? ഏതൊരു മെഷർമെൻറ്റിനും ഒരു അൺസർട്ടനിറ്റി വരും അല്ലേ? ഉദാഹരണത്തിന് ഇപ്പം നമ്മളൊരു റോഡിൻ്റെ ലെങ്ത് മെഷർ ചെയ്യാൻ പോവുകയാണെന്ന് കരുതുക. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു പെൻസിലിൻ്റെയോ അല്ലെങ്കിൽ പേനയുടെയോ ലെങ്ത് നിങ്ങൾ മെഷർ ചെയ്യുന്നു. ഇതാണ് നിങ്ങളുടെ കയ്യിലുള്ള ഒരു പെൻസിൽ എന്ന് കരുതുക. അപ്പം ഇതിൻ്റെ ലെങ്ത് മെഷർ ചെയ്തപ്പോൾ L = 21 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന ആ സ്കെയിലിൽ 1, 2, 3 അങ്ങനെയുള്ള ഏറ്റവും കുറഞ്ഞ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ മെഷർമെൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പം 21 കഴിഞ്ഞാൽ പിന്നെ 22 ഉള്ളൂ. അപ്പോൾ ഈ 21 എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആവണമെന്നില്ല. അതെന്ന് പറയുന്നത് ആ സ്കെയിൽ ഉപയോഗിച്ചപ്പോൾ അതിനകത്ത് 21 മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അതേസമയം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്തപ്പോൾ ലെങ്ത് 21.2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടിയെന്ന് കരുതുക. അപ്പോഴോ 21.2 ഒരു സ്ഥാനം കൂടെ കിട്ടി. അപ്പോൾ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയി. അപ്പോൾ ഏതൊരു മെഷർമെൻറ്റിനും ഈ പറഞ്ഞ ട്രൂ വാല്യൂ നമുക്കറിയില്ല. നമ്മുടെ കയ്യിലുള്ള ആ ഒരു ഉപകരണം ഉപയോഗിച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമെന്നേ ഉള്ളൂ. അങ്ങനെ മെഷർ ചെയ്ത് കിട്ടിയ വാല്യൂ ശരിക്കുമുള്ള വാല്യൂവിൽ നിന്ന് ഒരല്പം അൺസർട്ടനിറ്റി, അനിശ്ചിതത്വം കാണിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പറഞ്ഞ ആദ്യത്തെ വാല്യൂവിനകത്ത് 2 എന്ന് പറയുന്നത് കറക്റ്റ് നമുക്കറിയാം. പക്ഷെ അതിനടുത്ത 1 എന്ന് പറയുന്നത് അൺസർട്ടൻ ആണ്. അതിനടുത്ത് എന്താണ് നമുക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ രണ്ടാമത്തേതിനകത്ത് 2ഉം 1ഉം ഷുവർ ആയിട്ട് നമുക്കറിയാം. അതേസമയം പോയിന്റ് കഴിഞ്ഞ് വരുന്ന 2 അൺസർട്ടൻ ആണ്. അപ്പോൾ അങ്ങനെ ഒരു അൺസർട്ടനിറ്റി ഇവിടെ വരും. അത് ആ ലീസ്റ്റ് കൗണ്ട് കൊണ്ടാണ്. ഒരു ഉപകരണത്തിന്റെ ലീസ്റ്റ് കൗണ്ട്. രണ്ടാമത്തെ കേസിൽ ലീസ്റ്റ് കൗണ്ട് അവിടെ 0.1 ആണ്. അതേസമയം ഒരു വെർനിയർ ഉപയോഗിച്ചാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ഒരു നമ്പർ കൂടെ നമുക്ക് കിട്ടും. അതായത് 21.24 സെൻറ്റിമീറ്റർ എന്ന് കിട്ടിയെന്ന് കരുതുക. അപ്പോൾ കണ്ടോ, അവിടെ 4 ഡിജിറ്റുകൾ, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള 4 ഡിജിറ്റുകൾ വന്നു. 3 എണ്ണം ഷുവറാണ്, ലാസ്റ്റ് 1 അൺസർട്ടൻ ആണ്. അപ്പോൾ അവിടെ ലീസ്റ്റ് കൗണ്ട് 0.01 സെൻറ്റിമീറ്റർ ആണ്. അതേസമയം സ്ക്രൂ ഗേജ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ സെയിം ലെങ്ത് മെഷർ ചെയ്യുന്നതെങ്കിൽ 21.243 എന്ന് കിട്ടിയെന്ന് കരുതുക. അപ്പോൾ കണ്ട എത്ര സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റ് വന്നു? 1, 2, 3, 4, 5 5 സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റ് വന്നു അല്ലേ? അപ്പോൾ ഈ 5 സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റിൽ 4 എണ്ണം ഷുവറാണ്, ലാസ്റ്റ് 1 അൺസർട്ടൻ ആണ്. അവിടെ ലീസ്റ്റ് കൗണ്ട് വന്നിരിക്കുന്നത് 0.001 സെൻറ്റിമീറ്റർ ആണ്. ഇനി മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു പോയിന്റ് കൂടെ, ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കൂടെ കിട്ടും. അങ്ങനെ ഏതൊരു മെഷർമെൻറ്റിലും അൺസർട്ടനിറ്റി വരും. ഈ അൺസർട്ടനിറ്റിയാണ് എറർ ഉണ്ടാക്കുന്നത്. അപ്പം അത് മെഷർ ചെയ്യുന്നതിനകത്ത് മാത്രമല്ല, ഇനിയിപ്പം ഇതിൻ്റെ എന്താണ്, ഇത് റെക്റ്റാങ്കുലർ ആയിട്ടുള്ള ഒരു ബോഡിയാണെന്ന് കരുതുക. അപ്പം ലെങ്തും ബ്രെഡ്ത്തും എടുത്തിട്ട് ഏരിയയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പം ലെങ്ത് മെഷർ ചെയ്തപ്പോഴും ഒരു എറർ വരും, ബ്രെഡ്ത്ത് മെഷർ ചെയ്യുമ്പോഴും ഒരു എറർ വരും. ഈ 2 എററും ഏരിയയുടെ മെഷർമെൻറ്റിൽ വരും അല്ലെങ്കിൽ കാൽക്കുലേഷനിൽ വരും. അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂവിനകത്തും എറർ വരും, അതുപോലെ മെഷേർഡ് വാല്യൂവിലും എറർ വരും. അപ്പം അങ്ങനെ എറർ എന്തൊക്കെ തരത്തിൽ വരും, അതെങ്ങനെയൊക്കെ നമുക്ക് റെക്ടിഫൈ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അത് മിനിമൈസ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ എറർ അനാലിസിസിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പം ഇവിടെ എഴുതിയേക്കുന്ന നോട്ട് ഒന്ന് വായിക്കാം. ദ റിസൾട്ട് ഓഫ് എവരി മെഷർമെന്റ് ബൈ എനി മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് കണ്ടെയ്ൻസ് സം അൺസർട്ടനിറ്റി. ഏത് മെഷർമെന്റ് എടുക്കുമ്പോഴും ആ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം മൂലം ഒരു അനിശ്ചിതത്വം ആ മെഷർമെന്റിൽ വരും. ദിസ് അൺസർട്ടനിറ്റി ഈസ് കാൾഡ് എറർ. അങ്ങനെയാണ് അവിടെ എറർ ഉണ്ടാകുന്നത്. എവരി കാൽക്കുലേറ്റഡ് ക്വാണ്ടിറ്റി വിച്ച് ഇസ് ബേസ്ഡ് ഓൺ മെഷേർഡ് വാല്യൂസ് ഓൾസോ ഹാസ് എൻ എറർ. കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ പറഞ്ഞ കണക്ക് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് പോലെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയിലും മെഷേർഡ് വാല്യൂയിലുള്ളതിനെ ബേസ് ചെയ്ത് എറർ അവിടെ ഉണ്ടാകും. അപ്പം നമ്മുടെ എല്ലാ മെഷർമെൻറ്റുകളിലും എല്ലാ കാൽക്കുലേഷനിലും എറർ ഏറ്റവും കുറഞ്ഞിരുന്നെങ്കിൽ മാത്രമേ റിസൾട്ട് ഏറ്റവും മെച്ചമായ ഒരു ആൻസർ നമുക്ക് കിട്ടത്തുള്ളൂ.
അപ്പോൾ ആ രീതിയിൽ ഓരോ മെഷർമെൻറ്റും കൃത്യതയോടെ എടുക്കാൻ പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ടോപ്പിക് ഇവിടെ തന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം. ആക്യുറസി ആൻഡ് പ്രിസിഷൻ. സാധാരണ മെഷർമെൻറ്റിൽ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന രണ്ട് ടേമുകളാണ് ആക്യുറസിയും പ്രിസിഷനും. അപ്പം ആക്യുറസി എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്യത അല്ലേ? ഒരു മെഷർമെൻറ്റ് എത്രമാത്രം കൃത്യമായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നു, അതാണ് ആക്യുറസി എന്ന് ഉദ്ദേശിക്കുന്നത്. ദ ആക്യുറസി ഓഫ് എ മെഷർമെൻറ്റ് ഈസ് എ മെഷർ ഓഫ് ഹൗ ക്ലോസ് ദ മെഷേർഡ് വാല്യൂ ഈസ് ടു ദി ട്രൂ വാല്യൂ ഓഫ് ദി ക്വാണ്ടിറ്റി. ട്രൂ വാല്യൂമായിട്ട് എത്രമാത്രം നമ്മൾ മെഷർ ചെയ്ത വാല്യൂ ക്ലോസ് ആണ്, വളരെ അടുത്ത് നിൽക്കുന്നു, അതാണ് ആക്യുറസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പ്രിസിഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രിസിഷൻ ടെൽസ് us to what resolution or limit the quantity is measured. മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റിക്കുള്ള ലിമിറ്റ് ആണ്. അപ്പോൾ the measurement can have more accuracy with less precision or less accuracy with more precision. അപ്പോൾ മെഷർമെൻറ്റിൽ ഇത് രണ്ടും ഒരുപോലെ തന്നെ വരികയാണെങ്കിൽ, അതായത് നല്ല ആക്യുറസി നല്ല പ്രിസിഷനും ഉണ്ടെങ്കിൽ ആ മെഷർമെൻറ്റ് വളരെ കറക്റ്റ് ആയിരിക്കും. പക്ഷെ പലപ്പോഴും മെഷർമെൻറ്റുകളിൽ ചിലതിൽ ആക്യുറസി കാണും പക്ഷെ പ്രിസിഷൻ കാണില്ല, ചിലതിൽ പ്രിസിഷൻ കാണും ആക്യുറസി കാണില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കാനായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഏതെങ്കിലും ഒരു പെൻസിലോ അല്ലെങ്കിൽ പേന, അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 5.51 സെൻറ്റിമീറ്റർ ആണെന്ന് കരുതുക. ശരിക്കുമുള്ള ട്രൂ വാല്യൂ ആണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു പെൻസിലിൻ്റെ ട്രൂ വാല്യൂ 5.51 സെൻറ്റിമീറ്റർ ആണ്. ഒരു സ്കെയിൽ ഉപയോഗിച്ച് നിങ്ങളിത് മെഷർ ചെയ്തു. അപ്പോൾ അതിൻ്റെ ലെങ്ത് മെഷർ ചെയ്തപ്പോൾ 5.4 സെൻറ്റിമീറ്റർ കിട്ടിയുള്ളൂ. കാരണം നമുക്കറിയാം സാധാരണ സ്കെയിലിൽ നമുക്കത് കഴിഞ്ഞിട്ട് ഒരു പോയിന്റും കൂടെ 5.41 46 കിട്ടാനുള്ള ചാൻസ് ഇല്ല അല്ലേ? അപ്പോൾ സാധാരണ സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ 5.4 സെൻറ്റിമീറ്ററിനെ കിട്ടുകയുള്ളൂ. ഇനി ഇതേ പെൻസിൽ തന്നെ ഒരു വെർനിയർ കാലിപ്പർ ഉപയോഗിച്ചാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ അത് വെച്ച് മെഷർ ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ 5.35 സെൻറ്റിമീറ്റർ എന്ന് കിട്ടിയെന്ന് കരുതുക. അപ്പം നോക്കിക്കേ, ട്രൂ വാല്യൂ 5.51 സെൻറ്റിമീറ്റർ ആണ്. നമ്മൾ ആദ്യം മെഷർ ചെയ്തപ്പോൾ 5.4 സെൻറ്റിമീറ്റർ കിട്ടി. രണ്ടാമത് വേറൊരു ഉപകരണം ഉപയോഗിച്ച് മെഷർ ചെയ്തപ്പോൾ 5.35 സെൻറ്റിമീറ്റർ കിട്ടി. അപ്പോൾ ഇതിൽ ആദ്യത്തെ മെഷർമെൻറ്റ് ട്രൂ വാല്യൂവിനോട് അടുത്ത് നിൽക്കുകയാണ്. സോ ഇറ്റ് ഈസ് മോർ ആക്യുറേറ്റ് അല്ലേ? 5.4ഉം 5.51ഉം തമ്മിലുള്ള വ്യത്യാസം വളരെ ചെറുതായതുകൊണ്ട് ഈ രണ്ട് അവസാനം നമ്മൾ എടുത്ത, അതായത് ഈ രണ്ട് മെഷർമെൻറ്റുകളിൽ കൂടുതൽ ആക്യുറസി 5.4നാണ്. അതേസമയം 5.35ൻ്റെ പ്രത്യേകത എന്താണ്? അതിന് ട്രൂ വാല്യൂവിനോട് അടുത്ത് നിൽക്കുന്നില്ല, പക്ഷേ 5.35 പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ അവിടെ പ്രിസിഷൻ കൂടുതലാണ്, അതിൻ്റെ ലിമിറ്റ്, മെഷർമെൻറ്റിൻ്റെ ലിമിറ്റ് കൂടുതലാണ്. കാരണം ഉപകരണം കുറച്ചും കൂടെ പ്രിസിഷൻ കാണിക്കുന്നതാണ്. അപ്പോൾ ആ വ്യത്യാസം മനസ്സിലായോ? ട്രൂ വാല്യൂവിനോട് അടുത്ത് നിന്നാൽ അത് ആക്യുറേറ്റ്, ഇറ്റ് ഈസ് മോർ ആക്യുറേറ്റ് എന്ന് പറയാം. അതേസമയം നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ സ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഡിജിറ്റുകൾ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ ആ ഉപകരണത്തിന് പ്രിസിഷൻ കൂടുതലാണെന്ന് പറയാം. ഇപ്പോൾ ആക്യുറസിയും പ്രിസിഷനും എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ആക്യുറസി ഈസ് എ മെഷർ ഓഫ് ഹൗ ക്ലോസ് ദ മെഷേർഡ് വാല്യൂ ടു ദ ട്രൂ വാല്യൂ. അതേസമയം പ്രിസിഷൻ ടെൽസ് us to what resolution or limit the quantities measured. നമ്മൾ മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റിയുടെ ലിമിറ്റ് അത് ആ ഉപകരണത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇത് രണ്ടും കറക്റ്റ് ആയിട്ടുണ്ട്. ഈ പറഞ്ഞ കണക്ക് നമ്മൾ രണ്ടാമത്തെ ഉപകരണം ഉപയോഗിച്ച് 5.51 എന്ന് തന്നെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റിയാൽ അവിടെ ആക്യുറസിയും ഉണ്ട് പ്രിസിഷനും ഉണ്ട്. അതാണ് ശരിക്കുമുള്ള ഒരു നല്ല മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുമ്പോൾ അവിടെ ആക്യുറസിയും പ്രിസിഷനും ശ്രദ്ധിക്കണം. അത് രണ്ടും ഉണ്ടായിരുന്നാൽ നല്ല കണക്ക് നമുക്ക് ഒരു വാല്യൂ മെഷർ ചെയ്യാൻ സാധിക്കും. എറേഴ്സ് ഇൻ മെഷർമെൻറ്റ്. നമ്മൾ നേരത്തെ കണ്ടു ഒരു മെഷർമെൻറ്റിനകത്ത് ആക്യുറസിയും പ്രിസിഷനും വേണം എന്ന് പറഞ്ഞു. പക്ഷെ മിക്കവാറും നമ്മുടെ മെഷർമെൻറ്റുകളിലെല്ലാം ഇതിൻ്റെ എല്ലാം അഭാവം കാണും. അതായത് ആക്യുറസിയും ചിലപ്പോൾ കുറവായിരിക്കും, അതൊരു പ്രിസിഷനും കുറവായിരിക്കും. എന്ന് വെച്ചാൽ മെഷർമെൻറ്റിൽ എറർ വരും. ട്രൂ വാല്യൂവിൽ നിന്ന് ഒരു വ്യത്യാസം നമ്മുടെ മെഷേർഡ് വാല്യൂവിന് കാണും. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. എവരി മെഷർമെൻറ്റ് ഈസ് അപ്രോക്സിമേറ്റ് ഡ്യൂ ടു എറേഴ്സ് ഇൻ മെഷർമെൻറ്റ്. നമ്മൾ അളക്കുന്നതിലുള്ള തെറ്റുകൾ മൂലം എല്ലാ മെഷർമെൻറ്റുകളും അപ്രോക്സിമേറ്റ് ആണ്, കൃത്യമായിട്ടൊന്നും നമുക്ക് കിട്ടാറില്ല.
അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന എററുകളെ നമ്മൾ പൊതുവെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്നും റാൻഡം എറേഴ്സ് എന്നും. സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെയുണ്ട്, ആ എറർ സിസ്റ്റമാറ്റിക് ആണ്. അതായത് നമുക്കറിയാവുന്ന ചില റീസണുകൾ കൊണ്ടും കാരണങ്ങൾ കൊണ്ടും ആയിരിക്കും. ചിലപ്പോൾ ഇപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പിന്നെ എന്താണ് സ്കെയിലിൻ്റെ അറ്റം ഒന്ന് പൊട്ടിപ്പോയി. അപ്പോൾ 0യിൽ തുടങ്ങേണ്ട സ്കെയിൽ 0.1ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ സ്കെയിൽ ഉപയോഗിച്ച് ഏത് മെഷർമെൻറ്റ് എടുക്കുമ്പോഴും ആ ഒരു ഡിഫക്റ്റ് ആ മെഷർമെൻറ്റിൽ വരും. അതുപോലെ നിങ്ങളുടെ വാച്ച് ഫാസ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ സ്ലോ ആണെങ്കിൽ ടൈം മെഷർമെൻറ്റ് എടുക്കുമ്പോൾ തന്നെ ആ ഒരു വ്യത്യാസം പിന്നീടുള്ള എല്ലാ മെഷർമെൻറ്റുകളിലും വരും, അല്ലേ? അങ്ങനെ നമുക്കറിയാവുന്ന ചില കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന എററുകളാണ് സിസ്റ്റമാറ്റിക് എറേഴ്സ്. അതുകൊണ്ട് തന്നെ അവയെ നമുക്ക് കറക്റ്റ് ചെയ്യാം. ഒരു വാച്ച് ഫാസ്റ്റ് ആണ്, സ്ഥിരമായിട്ട് സ്പീഡിൽ ഓടുന്ന ഒരു വാച്ചാണ്, അല്ലെങ്കിൽ സ്ലോ ആണ്, സാവധാനത്തിലാണെങ്കിൽ അതനുസരിച്ച് നമുക്കറിയാം ഇത്രയും കൂടെ മിനിറ്റ് കൂടെ അതിൻ്റെ കൂടെ കൂട്ടണം, അല്ലെങ്കിൽ ഇത്ര മിനിറ്റ് കൂടെ കുറയ്ക്കണം എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അങ്ങനെ നമുക്കതിനെ കറക്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സിസ്റ്റമാറ്റിക് എറേഴ്സ് ആർ ദോസ് എറേഴ്സ് ദാറ്റ് ടെൻഡ് ടു ബി ഇൻ വൺ ഡയറക്ഷൻ, ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അപ്പോൾ ഒന്നുകിൽ അത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും, നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അതുപോലെ തന്നെ അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതിന് ചില റൂൾസും ഉണ്ട്, റൂൾസിനനുസരിച്ചാണ് എററുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അവരെ സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്ന് വിളിക്കുന്നത്. അതേസമയം രണ്ടാമത്തെ വിഭാഗം നോക്കിക്കേ, റാൻഡം എറേഴ്സ്. The random errors are those errors which occur irregularly and hence are random with respect to sign and size. അപ്പോൾ അത് പോസിറ്റീവും നെഗറ്റീവും വരാം, അതിൻ്റെ എറർ വാല്യൂ മാറിക്കൊണ്ടേയിരിക്കും, ഇറഗുലർ ആണ്, അതിങ്ങനെ ചേഞ്ച് വന്നുകൊണ്ടേയിരിക്കുന്ന എററുകളാണ് റാൻഡം എറർ. ഉദാഹരണത്തിന് ഇപ്പോൾ വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ എപ്പോഴും ഒരേ വാല്യൂ ഒരിക്കലും കിട്ടില്ല. ചെറിയ വെർനിയർ റീഡിങ്ങിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് റൂൾസ് ഒന്നുമില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, കുറേ ട്രയൽസ് എടുക്കും. ഒറ്റ റീഡിങ് കൊണ്ട് നമ്മൾ നിർത്താതെ ഒരു 5ഓ 6ഓ പ്രാവശ്യം നമ്മൾ റീഡിങ്സ് എടുത്തിട്ട് അതിൻ്റെ മീൻ വാല്യൂ എടുത്താണ് ആ റാൻഡം എറർ നമ്മൾ മിനിമൈസ് ചെയ്യുന്നത്. അപ്പം പ്രധാനപ്പെട്ട എറർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ട്രൂ വാല്യൂവിൽ നിന്ന് മെഷേർഡ് വാല്യൂവിനുള്ള വ്യത്യാസത്തിനെയാണ് എറർ എന്ന് വിളിക്കുന്നത്. എറേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്നും റാൻഡം എറേഴ്സ് എന്നും. സിസ്റ്റമാറ്റിക് എറേഴ്സ് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ സിസ്റ്റമാറ്റിക് ആണ്, അതിന് ഡെഫിനിറ്റ് കോസ് ഉണ്ട്, അതുപോലെ ചില റൂൾസിനനുസരിച്ചാണ് അത് ഉണ്ടാകുന്നത്. സോ ഇറ്റ് ക്യാൻ ബി റെക്ടിഫൈഡ്. അതേസമയം റാൻഡം എറേഴ്സ് ഒക്കെ റാൻഡംലി ഓർ ഇറഗുലർലി, പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ മറ്റു മാർഗമൊന്നുമില്ല. നമ്മൾ ചെയ്യുന്നത് ട്രയൽസിൻ്റെ എണ്ണം കൂട്ടുക, ആവറേജ് എടുക്കുക. Some of the sources of systematic errors are സിസ്റ്റമാറ്റിക് എറേഴ്സ് ഉണ്ടാകാനുള്ള ചില സോഴ്സുകളെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പം 3 സോഴ്സുകൾ നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻ്റൽ എറർ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ കയ്യിലിരിക്കുന്ന സ്കെയില് അറ്റം ഒന്ന് പൊട്ടിപ്പോകുന്നു, അല്ലെങ്കിൽ അതിനകത്ത് കാലിബ്രേഷൻ തെറ്റാണ്, അങ്ങനെയാണെങ്കിൽ അത് വെച്ചെടുക്കുന്ന എല്ലാ മെഷർമെൻറ്റുകളിലും ആ മിസ്റ്റേക്ക് വരുമല്ലേ. അപ്പം അങ്ങനെ ഇൻസ്ട്രുമെൻറ്റിൽ ഉണ്ടാകുന്ന എറേഴ്സ് മൂലം ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ. അതുപോലെ സീറോ എറർ. ഇപ്പോൾ വെർനിയർ സ്ക്രൂ ഗേജിലൊക്കെയാണ് 2 സ്കെയിലുകൾ അവിടെ ഉണ്ട്. അപ്പോൾ ഈ 2 സ്കെയിലിനും ഓരോ സീറോ ഉണ്ട്. ഇത് രണ്ടും കൂടെ കോയിൻസൈഡ് ചെയ്ത് നിൽക്കണം തുടക്കത്തിൽ, എങ്കിലേ അതിന് കറക്റ്റ് ആയിട്ടുള്ള റീഡിങ്സ് കിട്ടും. പക്ഷെ പലപ്പോഴും കാലപ്പഴക്കം കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് നമ്മൾ ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുമ്പം ഈ 2 സീറോയും അല്പം മാറി നിൽക്കും, 2 കോയിൻസൈഡ് ചെയ്യത്തില്ല. അപ്പം അതിൽ നിന്ന് തുടർന്ന് പിന്നെ നമ്മൾ എടുക്കുന്ന എല്ലാ മെഷർമെൻറ്റിലും ആ ഒരു ചേഞ്ച് വരും, മെഷറിങ് അതിനകത്ത് ചേഞ്ച് വരും. അപ്പം നമ്മൾ അത്രയും ആഡ് ചെയ്യുകയോ മൈനസ് ചെയ്യുകയോ ചെയ്യേണ്ടി വരും. അപ്പം അതാണ് ഫസ്റ്റ് വൺ, ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സ് ദാറ്റ് അറൈസ് ഫ്രം ദ എറേഴ്സ് ഡ്യൂ ടു ഇംപെർഫെക്റ്റ് ഡിസൈൻ ഓർ കാലിബ്രേഷൻ ഓഫ് ദി മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. സീറോ എറർ ഇൻ ദ ഇൻസ്ട്രുമെൻറ്റ് എക്സെട്ര. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എററുകൾ ക്രിയേറ്റ് ചെയ്യാം. അടുത്ത് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഇംപെർഫെക്ഷൻ ഇൻ എക്സ്പെരിമെൻ്റൽ ടെക്നിക് ഓർ പ്രൊസീജിയർ. അപ്പം നമ്മൾ ഈ മെഷർ ചെയ്യുന്ന ആ ഒരു മെത്തേഡ്, ആ മെത്തേഡിൽ എന്തെങ്കിലും ഇംപെർഫെക്ഷൻ ഉണ്ട്. ഉദാഹരണത്തിന് ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നു. ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്റേണൽ ഓർഗൻസിൻ്റെ ടെമ്പറേച്ചർ അല്ല നമ്മുടെ ഔട്ട്സൈഡിൽ നിന്ന്. ഇപ്പോൾ ഡോക്ടർ നമുക്ക് പനി വന്ന് ടെമ്പറേച്ചർ വരുമ്പം നമ്മുടെ കയ്യിൽ തെർമോമീറ്റർ വെച്ച് മെഷർ ചെയ്യുന്നു.
അപ്പോൾ ആ മെഷർ ചെയ്യുമ്പോൾ ഇന്റേണൽ ആയിട്ടുള്ള ഓർഗൻസിനുള്ള ടെമ്പറേച്ചർ അല്ല ആക്ച്വലി അവിടെ മെഷർ ചെയ്യുന്നത്. എപ്പോഴാന്ന് വെച്ചാൽ സെൻസ് ചെയ്ത് തന്നെ ടച്ച് ചെയ്യുക പോലും വേണ്ട, ബോഡിയിൽ ടച്ച് ചെയ്യാതെ സെൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ എക്സ്റ്റേണൽ ആയിട്ടാണ് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇന്റേണൽ ഓർഗൻസിന്റെ ടെമ്പറേച്ചർ ഡോക്ടറിന് അറിയാം, 1 ഡിഗ്രിയും കൂടെ ഉയർന്നു നിൽക്കുകയാണെന്ന് അറിയാം. അപ്പോൾ അത് വെച്ചിട്ടാണ് ഡോക്ടർ ഫീവർ ഉണ്ടോ ഇല്ലയോ എന്ന് നിർണ്ണയിക്കുന്നത്. അങ്ങനെ എക്സ്പെരിമെന്റൽ പ്രൊസീജിയറിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുമൂലം എന്താണ് മെഷർമെന്റിൽ മിസ്റ്റേക്ക് വരും. അതാണ് രണ്ടാമത്തെ ഒരു സോഴ്സ്. മൂന്നാമത്തെ എന്താണ്? പേഴ്സണൽ എറേഴ്സ് ദാറ്റ് അറൈസ് ഡ്യൂ ടു ഇൻഡിവിജ്വൽസ് ബയാസ്, ലാക്ക് ഓഫ് പ്രോപ്പർ സെറ്റിംഗ് ഓഫ് അപ്പാരറ്റസ് ഓർ ഇൻഡിവിജ്വൽസ് കെയർലെസ്നെസ്. ഇപ്പൊ പേഴ്സണലായിട്ട് ഉള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാകും. ഇപ്പൊ കണ്ണിന് ഷോർട്ട് സൈറ്റ് ഉള്ള ഒരാള്, അയാൾ മെഷർ ചെയ്യുമ്പോൾ ചിലപ്പം കറക്റ്റായിട്ട് വ്യൂ ചെയ്ത് ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ സ്പെക്സ് ഉപയോഗിച്ചില്ലെങ്കിൽ അയാൾ എടുക്കുന്ന മെഷർമെന്റിലെല്ലാം തെറ്റുകൾ വരും. അതുപോലെ കെയർലെസ് ആയിട്ട് നിന്ന് റീഡിങ് എടുക്കുന്നു, റീഡിങ് കറക്റ്റ് എടുത്തു പക്ഷെ എഴുതിയപ്പോൾ തെറ്റിപ്പോയി, അങ്ങനെയൊക്കെയുള്ള ഇതുകൊണ്ട് കെയർലെസ്നെസ് മൂലമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. അപ്പം ഇതെല്ലാം സിസ്റ്റമാറ്റിക് എറേഴ്സ് വരാനുള്ള റീസണുകളാണ്. ഇനി സോഴ്സസ് ഓഫ് റാൻഡം എറേഴ്സ്. These can arise due to random and unpredictable fluctuation in experimental conditions. അപ്പോൾ റാൻഡം എറേഴ്സിന് നമുക്ക് നേരത്തെ മുൻകൂട്ടി പറയാവുന്ന കാരണങ്ങളൊന്നുമില്ല. ചിലപ്പോൾ അൺപ്രഡിക്റ്റബിൾ ഫ്ലക്ച്വേഷൻസ് ആയിരിക്കും. ഉദാഹരണത്തിന് വോൾട്ടേജ് മെഷർ ചെയ്യുന്നു, വോൾട്ടേജ് വേരിയേഷൻ ചിലപ്പോൾ വോൾട്ട്മീറ്ററിൽ വലുതായിട്ട് കാണിക്കും. എപ്പോഴും വോൾട്ടേജ് ഫ്ലക്ച്വേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് കറക്റ്റ് റീഡിംഗ് എടുക്കാൻ പറ്റില്ല. അതുപോലെ ടെമ്പറേച്ചർ എടുക്കുമ്പോഴും ഈ വേരിയേഷൻസ് ഉണ്ടാകാം. അതുപോലെ എക്സ്പെരിമെന്റ് മെക്കാനിക്കൽ വൈബ്രേഷൻസ് മൂലം ചേഞ്ച് വരാം. അതുപോലെ പേഴ്സണൽ ആയിട്ടുള്ള എറേഴ്സ്, ഒരു ഒബ്സർവർ എടുക്കുന്ന റീഡിങ്സിലുണ്ടാകുന്ന പേഴ്സണൽ എറേഴ്സ് ഒക്കെ കൊണ്ടും റാൻഡം എറേഴ്സ് ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവായിട്ട് സിസ്റ്റമാറ്റിക് എറേഴ്സിന്റെ സോഴ്സുകളും അതുപോലെ റാൻഡം എറേഴ്സിന്റെ സോഴ്സുകളും. ലീസ്റ്റ് കൗണ്ട് എറർ. ലീസ്റ്റ് കൗണ്ട് എറർ ഈസ് ദി എറർ അസോസിയേറ്റഡ് വിത്ത് ദ റെസൊല്യൂഷൻ ഓഫ് ദി ഇൻസ്ട്രുമെന്റ്. The smallest value that can be measured by the measuring instrument is called its least count error. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഉപകരണത്തിന് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂവിന് വിളിക്കുന്ന പേരാണ് ലീസ്റ്റ് കൗണ്ട്. അപ്പോൾ അതുമൂലം ആ ഉപകരണത്തിന് മെഷർ ചെയ്യാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്, അല്ലേ? ഇപ്പോൾ സ്കെയില് എക്സാമ്പിൾ ആയിട്ട് മീറ്റർ സ്കെയിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ചെറിയ ലീസ്റ്റ് കൗണ്ട് 0.01 ആണ്, 0.1 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 5.1 സെന്റിമീറ്റർ നമുക്ക് മെഷർ ചെയ്യാം, പക്ഷെ 5.12 സെന്റിമീറ്റർ മെഷർ ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം 0.1 ആണ് ആ ഉപകരണം ഉപയോഗിച്ച് മെഷർ ചെയ്യാവുന്ന ഏറ്റവും ചെറിയ വാല്യൂ. അപ്പോൾ ദ ലീസ്റ്റ് കൗണ്ട് എറർ ഈസ് ദ എറർ അസോസിയേറ്റഡ് വിത്ത് ദ റെസൊല്യൂഷൻ ഓഫ് ദി ഇൻസ്ട്രുമെന്റ്. ആ ഇൻസ്ട്രുമെന്റിന്റെ ലിമിറ്റ് മൂലം ഉണ്ടാകുന്ന എററാണ് ലീസ്റ്റ് കൗണ്ട് എറർ. ഇപ്പൊ വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് നമുക്ക് 0.01 പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം വരെ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. അതിനപ്പുറം മൂന്നാമതൊരു സ്ഥാനം ഉണ്ടെങ്കിൽ അത് കിട്ടത്തില്ല. അപ്പൊ വെർനിയറിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ 0.01 സെന്റിമീറ്റർ ആണ്. അപ്പൊ അതിന് അത്രയും വരെ മാത്രമേ മെഷർ ചെയ്യാൻ സാധിക്കൂ. അതുപോലെ സ്ക്രൂ ഗേജോ സ്പെറോമീറ്ററോ ആണെങ്കിൽ 0.001 സെന്റിമീറ്റർ വരെ മെഷർ ചെയ്യാൻ സാധിക്കും. അപ്പൊ റെസൊല്യൂഷൻ അഥവാ ലിമിറ്റ് ഈ പറഞ്ഞ കണക്ക് കൂടുന്നതനുസരിച്ച് അല്ലെ ഹൈ പ്രിസിഷൻ ഉള്ള ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ലീസ്റ്റ് കൗണ്ട് എറർ ഏറ്റവും ഒഴിവാക്കാൻ അല്ലെങ്കിൽ ഏറ്റവും കുറയ്ക്കാൻ സാധിക്കും. യൂസിങ് ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഹയർ പ്രിസിഷൻ, ഇംപ്രൂവിംഗ് എക്സ്പെരിമെന്റൽ ടെക്നിക്സ്, വി ക്യാൻ റെഡ്യൂസ് ദ ലീസ്റ്റ് കൗണ്ട് എറർ. അബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ ആൻഡ് പെർസെൻറ്റേജ് എറർ. നമ്മൾ ഏതൊരു മെഷർമെന്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മെഷർ ചെയ്ത വാല്യൂവിലുള്ള എറർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു മെഷർമെന്റ് എടുക്കാൻ തന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റ് തന്നിരിക്കുകയാണ്. അപ്പോൾ അത് ഉപയോഗിച്ച് നിങ്ങൾ മെഷർ ചെയ്യുന്ന റിസൾട്ടിനകത്ത് എന്താണോ കിട്ടുന്നത് ആ റിസൾട്ട് ട്രൂ വാല്യൂവിനോട് എത്ര അടുത്തിരിക്കുന്നു എന്ന് ടീച്ചേഴ്സ് ചെക്ക് ചെയ്യും. അപ്പം നിങ്ങളുടെ എറർ അവിടെ വെച്ചിട്ട് ടീച്ചറിന് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എറർ ഏറ്റവും കുറഞ്ഞിരുന്നാൽ നിങ്ങളുടേത് നല്ല മെഷർമെന്റ് ആണ്, അതിനനുസരിച്ച് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതേസമയം വലിയ ഡിഫറൻസ് ആണ് കാണുന്നതെങ്കിൽ എറർ വളരെ കൂടുതലായിരിക്കും. അപ്പം അതനുസരിച്ച് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്കും കുറവായിരിക്കും.
അപ്പോൾ എങ്ങനെയാണ് ഈ ട്രൂ വാല്യൂ നോക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു മെഷർ, ഇപ്പോൾ ലെങ്ത്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ ലെങ്ത് മെഷർ ചെയ്യാൻ പറയുന്നു. നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ഉപകരണം ഉപയോഗിച്ച് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും അല്ലേ? അപ്പോൾ അതിനകത്ത് ലീസ്റ്റ് കൗണ്ട് എററും മറ്റ് എററുകളൊക്കെ വരും. ഇനി നമുക്ക് എറർ കാൽക്കുലേഷനിലേക്ക് കിടക്കാം. ഇതെങ്ങനെയാണ് അബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ, പെർസെൻറ്റേജ് എറർ എന്നിവ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ട്രൂ വാല്യൂ അഥവാ മീൻ വാല്യൂ ഓർ ആവറേജ് വാല്യൂ എന്താണെന്ന് അറിയണം. അപ്പോൾ ഒരു മെഷർമെൻറ്റിൽ നമ്മളൊരു 5 or 10 പ്രാവശ്യം ട്രയൽസ് മെഷർമെൻറ്റ് എടുത്തു എന്ന് കരുതുക. അപ്പോൾ അതെല്ലാം A1, A2, A3 എക്സെട്ര അപ് ടു AN, 10 ആണെങ്കിൽ A10 അത്രയാണെങ്കിൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് എത്ര എണ്ണമുണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ അരിത്തമെറ്റിക് മീൻ ഓഫ് ദിസ് വാല്യൂ ഈസ് ടേക്കൺ ആസ് ട്രൂ വാല്യൂ. ദാറ്റ് ഈസ് എ മീൻ അല്ലെങ്കിൽ ട്രൂ വാല്യൂ ഈക്വൽസ് 1/n of sigma AI, where I is equal to 1 to n. അപ്പോൾ നമ്മൾ എത്ര ട്രയൽസ് മെഷർമെൻറ്റ് എടുക്കുന്നോ അത്രയും വാല്യൂസിൻ്റെ മീൻ വാല്യൂ എടുത്താൽ അതാണ് ശരിക്കുമുള്ള ട്രൂ വാല്യൂ. അബ്സല്യൂട്ട് എറർ. The magnitude of the difference between true value of the quantity and the individual measurement value is called absolute error of the measurement. അപ്പോൾ നമ്മൾ നേരത്തെ A1, A2, A3 അങ്ങനെ AN വരെയുള്ള മെഷർമെൻറ്റുകൾ എടുത്തു എന്ന് പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ ട്രൂ വാല്യൂ കണ്ടുപിടിച്ചു. എങ്ങനെയാണ്? അരിത്തമെറ്റിക് മീൻ എടുത്ത് ട്രൂ വാല്യൂ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ട്രൂ വാല്യൂവും ഓരോ വാല്യൂസും A1ഉം തമ്മിലുള്ള ഡിഫറൻസ് അതിന് ഡെൽറ്റ A1 എന്ന് പറയും. അതാണ് A1ൻ്റെ അബ്സല്യൂട്ട് എറർ. The difference between true value and individual measurement value. അതുപോലെ ട്രൂ വാല്യൂവും A2ഉം തമ്മിൽ ഡിഫറൻസ് ഡെൽറ്റ A2. അങ്ങനെ നമുക്ക് ഓരോ മെഷർമെൻറ്റിൻ്റെയും അബ്സല്യൂട്ട് എററുകൾ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ് അബ്സല്യൂട്ട് എറർ എന്ന് മനസ്സിലായോ? നമ്മൾ ട്രൂ വാല്യൂ കണ്ടുപിടിക്കുന്നു. ആ ട്രൂ വാല്യൂ നമ്മളെടുത്ത ഓരോ മെഷർമെൻറ്റ് വാല്യൂയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. മീൻ അബ്സല്യൂട്ട് എറർ. Arithmetic mean of all the absolute errors is taken as final or mean absolute error. അപ്പോൾ നമ്മൾ ഓരോ മെഷർമെൻറ്റുമായിട്ടുള്ള ഡിഫറൻസ് കണ്ടു, അതാണ് അബ്സല്യൂട്ട് എറർ. അങ്ങനെ നമുക്ക് n അബ്സല്യൂട്ട് എറേഴ്സ് കിട്ടിയെങ്കിൽ ആ അത്രയും അബ്സല്യൂട്ട് എററിൻ്റെ അരിത്തമെറ്റിക് മീനാണ് മീൻ അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. അപ്പോൾ ഡെൽറ്റ എ മീനോ അല്ലെങ്കിൽ ഡെൽറ്റ എ കൊടുത്ത് മുകളിൽ മീൻ വാല്യൂവിന് ഒരു വര വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരച്ചാലും മീൻ അബ്സല്യൂട്ട് എററിൻ്റെ സിമ്പിളാണ്. അടുത്തതാണ് റിലേറ്റീവ് എറർ. അപ്പം നമ്മൾ മീൻ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിച്ചു. ആ മീൻ അബ്സല്യൂട്ട് എററും ട്രൂ വാല്യൂവും തമ്മിലുള്ള റേഷ്യോയ്ക്ക് പറയുന്ന പേരാണ് റിലേറ്റീവ് എറർ. ദ റേഷ്യോ ഓഫ് മീൻ അബ്സല്യൂട്ട് എറർ ടു ദ മീൻ വാല്യൂ ഓഫ് ദി ക്വാണ്ടിറ്റി മെഷർ. പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത് റിലേറ്റീവ് എററിനെ പെർസെൻറ്റേജിലേക്ക് മാറ്റുന്നു, അതായത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. റിലേറ്റീവ് എറർ എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റ് ഈസ് കാൾഡ് പെർസെൻറ്റേജ് എറർ. അപ്പോൾ ഇത്രയാണ് നമ്മൾ എറർ മെഷർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നമ്മളൊരു വാല്യൂ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ട്രൂ വാല്യൂവും ആ ഓരോ മെഷർമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസിനെ നമ്മൾ അബ്സല്യൂട്ട് എറർ എന്ന് വിളിക്കും. അങ്ങനെ എത്ര എണ്ണം നമ്മൾ എടുക്കുന്നു അതിൻ്റെ എല്ലാം കൂടെ അരിത്തമെറ്റിക് മീനാണ് മീൻ അബ്സല്യൂട്ട് എറർ. ട്രൂ വാല്യൂവിൻ്റെ റേഷ്യോ ആയിട്ട് അതിനെ എക്സ്പ്രസ് ചെയ്താൽ അതിനെ റിലേറ്റീവ് എറർ എന്ന് വിളിക്കും. അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പെർസെൻറ്റേജ് ആക്കിയാൽ പെർസെൻറ്റേജ് എററാണ്. അടുത്താണ് കോമ്പിനേഷൻ ഓഫ് എറേഴ്സ്. അപ്പം നമുക്കറിയാം, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നോട്ട്ബുക്കിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ നോട്ട്ബുക്കിൻ്റെ ഏരിയ കാണണമെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അതേസമയം ആ ബുക്കിൻ്റെ പെരിമീറ്റർ ആണ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? 2L + 2LB അല്ലേ? അപ്പം ലെങ്ത് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലെങ്തും ബ്രെഡ്ത്ത് മെഷർ ചെയ്താൽ ഏരിയയും കാണാം പെരിമീറ്ററും കാണാം. അതേസമയം ഏരിയ കാണുമ്പോൾ ലെങ്തും ബ്രെഡ്ത്തൂടെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്, പെരിമീറ്ററിൽ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുകയാണ്. അപ്പം ലെങ്തിലും ബ്രെഡ്ത്തിലും നമ്മൾ മെഷർ ചെയ്തപ്പോൾ എറർ ഉണ്ടായെങ്കിൽ ഏരിയയിലുള്ള എററും അതുപോലെ പെരിമീറ്ററിലുള്ള എററും സെയിം ആയിരിക്കുമോ? അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് അല്ല എന്നുള്ളതാണ്. കാരണം ലെങ്തും ബ്രെഡ്ത്തൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള എറർ അല്ല, ലെങ്തും ബ്രെഡ്ത്തൂടെ ആഡ് ചെയ്യുമ്പോൾ വരുന്നത് എറർ. അപ്പം കുറേ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് കമ്പൈൻഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ വരികയാണെങ്കിൽ ഏത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷനാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എന്നതിനെ അനുസരിച്ച് എററിന് വ്യത്യാസം വരും. അപ്പോൾ അതിനെയാണ് കോമ്പിനേഷൻ ഓഫ് എറർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തതിൽ സമ്മോ ഡിഫറൻസോ ആണെങ്കിൽ എറർ ഒരുപോലെ എടുക്കാം.
അപ്പോൾ രണ്ട് ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഫൈനൽ റിസൾട്ടിലുള്ള എറർ എന്ന് പറയുന്നത് ഓരോ ക്വാണ്ടിറ്റിയുടെ എററിൻ്റെയും അബ്സല്യൂട്ട് എറർ ആഡ് ചെയ്യുന്നതിന് തുല്യമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇസഡ് ഈക്വൽസ് എ പ്ലസ് ബി ആണ്. അപ്പോൾ എയിലെ അബ്സല്യൂട്ട് എറർ ഡെൽറ്റ എയും ബിയിലെ അബ്സല്യൂട്ട് എറർ ഡെൽറ്റ ബിയും ആണെങ്കിൽ ഇസഡിൻ്റെ അബ്സല്യൂട്ട് എറർ എന്താണ്? ഡെൽറ്റ ഇസഡ് ഈക്വൽസ് ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. അപ്പോൾ ഇസഡ് ഈക്വൽസ് എ മൈനസ് ബി ആണെങ്കിലോ അവിടെ ഡെൽറ്റ ഇസഡ് എന്ന് വെച്ചാൽ എന്താണ്? ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി ആണ്. അപ്പൊ കണ്ടോ, നമ്മുടെ ഇക്വേഷനിൽ രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുന്നതായിട്ടാണ് വരുന്നതെങ്കിൽ ആ ഫൈനൽ റിസൾട്ടിലെ അബ്സല്യൂട്ട് എറർ ഈസ് ദി സം ഓഫ് ഇൻഡിവിജ്വൽ അബ്സല്യൂട്ട് എറേഴ്സ്. അതാണ് കോമ്പിനേഷൻ ഓഫ് എറേഴ്സിൽ ആദ്യം വരുന്ന പോയിന്റ്. ഇപ്പൊ രണ്ടാമത്തതാണ് പ്രോഡക്റ്റ് അഥവാ കോഷ്യന്റ് ആയിട്ടാണ് ഒരു ഇക്വേഷൻ വരുന്നതെങ്കിൽ എങ്ങനെയാണ് അവിടെ എറർ വരുന്നതെന്ന് നോക്കാം. ഉദാഹരണത്തിന് ഇസഡ് ഇസിക്കൽ ടു എ ഇൻറ്റു ബി ആണെങ്കിൽ, അപ്പൊ ആദ്യമേ ഞാൻ ഇക്വേഷനിലേക്ക് പോവാണ്. ഇസഡ് ഇസിക്കൽ ടു എ ഇൻറ്റു ബി ആണെങ്കിൽ എയിലെയും ബിയിലെയും നമ്മൾ റിലേറ്റീവ് എറർ കാണണം. റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ എ ബൈ എ, അതുപോലെ ഡെൽറ്റ ബി ബൈ ബി ആണ്. സോ റിലേറ്റീവ് എററിന് ഇസഡ് ഇസിക്കൽ ടു relative error in Z is equal to relative error in A plus relative error in B. Delta A by A plus delta B by B. അതുപോലെ Z എന്ന് പറയുന്നത് A by B ഡിവൈഡ് ചെയ്യുന്ന കണക്കാണ് വരുന്നതെങ്കിൽ അവിടെയും റിലേറ്റീവ് എറർ Z is equal to sum of relative errors of A and B. ഇതാണ് രണ്ടാമത്തെ റൂൾ. When two quantities are multiplied or divided, the relative error in the result is the sum of relative error in the multipliers. അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് എറർ അനാലിസിസുമായി ബന്ധപ്പെട്ട് നമ്മുടെ ടെക്സ്റ്റിനകത്തുള്ള ഒരു പ്രോബ്ലം ചെയ്യാം. എക്സാമ്പിൾ 2.12. അപ്പോൾ എക്സാമ്പിളിലോ അല്പം ടഫായിട്ടുള്ള ഒരു പ്രോബ്ലം ആണിത്. ബാക്കിയൊക്കെ ഒട്ടുമിക്കവാറും നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ചെയ്ത് കാണിക്കുക. അപ്പോൾ അത് നിങ്ങൾ പേപ്പർ എടുത്ത് ചെയ്ത് പഠിക്കണം. എന്നിട്ട് പ്രോബ്ലം ബുക്കിലേക്ക് അല്ലെങ്കിൽ നോട്ട് ബുക്കിലൊക്കെ ചെയ്തിടണം ഇത്. അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻ ഇതാണ്: ദ പീരിയഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് ടി ഈക്വൽസ് 2π√L/g. ഒരു സിമ്പിൾ പെൻഡുലത്തിന് പീരിയഡ് ഓഫ് ഓസിലേഷൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ടി ഈക്വൽസ് 2π√L/g. മെഷേർഡ് വാല്യൂ ഓഫ് എൽ ഈസ് 20 സെൻറ്റിമീറ്റർ. അപ്പോൾ അവിടെ ലെങ്തിൻ്റെ മെഷർ ചെയ്ത വാല്യൂ തന്നിട്ടുണ്ട്. എൽ ഈക്വൽസ്, അത് ഞാൻ ഇപ്പുറത്ത് എഴുതിയിടാം, എൽ ഈക്വൽസ് 20 സെൻറ്റിമീറ്റർ. പിന്നെ തന്നിരിക്കുന്നത് ആ മെഷർ ചെയ്ത ആ സ്കെയിലിൻ്റെ ആക്യുറസി നോൺ ടു 1 മില്ലിമീറ്റർ ആക്യുറസി. അപ്പം ഡെൽറ്റ എൽ ആണ്. ഡെൽറ്റ എൽ എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ. വേണമെങ്കിൽ അത് നമുക്ക് സെൻറ്റിമീറ്ററിലേക്ക് അങ്ങ് മാറ്റാം. 0.1 സെൻറ്റിമീറ്റർ. രണ്ടും ഒരേ യൂണിറ്റിൽ കിടക്കട്ടെ. എല്ലും ഡെൽറ്റ എല്ലും ഒരേ യൂണിറ്റിൽ ഇരിക്കട്ടെ. And time for 100 oscillation of the pendulum is found to be 90 seconds. 100 oscillation ഉള്ള സമയം 90 seconds എന്ന് തന്നിട്ടുണ്ട്. Using a wrist watch of 1 second resolution. അപ്പം ഒരു വാച്ചാണ് യൂസ് ചെയ്ത, റിസ്റ്റ് വാച്ചാണ്. അതിൻ്റെ റെസല്യൂഷൻ ഡെൽറ്റ ടി എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആണ്. വാട്ട് ഈസ് ദ ആക്യുറസി ഇൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് ജി? ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജിയുടെ ആക്യുറസി എന്തെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ടി എന്ന് വെച്ചാൽ 2π√L/g എന്ന് തന്നിട്ടുണ്ട്. ജിയിലുള്ള ആക്യുറസിയാണ് കാണേണ്ടത്. അപ്പം ജി ഇസിക്കൽ ടു എന്ന് പറഞ്ഞ് എഴുതണമെങ്കിൽ ജി റൂട്ടിനകത്താണല്ലോ. അപ്പോൾ ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യുന്നു. അപ്പോൾ ടി സ്ക്വയർ ഇസിക്കൽ ടു 4π²L/g. അപ്പോൾ അതിനകത്ത് നിന്ന് ജി കാണാൻ ജിയെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക, ടി സ്ക്വയറിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ ജി ഇസിക്കൽ ടു 4π²L/t². ദെൻ വാട്ട് ഈസ് ഡെൽറ്റ ജി ബൈ ജി? റിലേറ്റീവ് എറർ ഇൻ ജി എന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റിലെ കോഷ്യൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. 4π² കോൺസ്റ്റൻ്റ്, അതിന് എററൊന്നുമില്ല. അപ്പോൾ ഡെൽറ്റ എൽ ബൈ എൽ പ്ലസ് ഡെൽറ്റ ടി ബൈ ടി. പക്ഷെ ടിക്ക് പവർ ഉണ്ട് 2. അപ്പോൾ ആ പവർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ആണ് 2 ടൈംസ് ഡെൽറ്റ ടി. ഇനി
നമുക്ക് ഡെൽറ്റ എല്ലും എല്ലും തന്നിട്ടുണ്ട്, ആ ഭാഗം നമുക്ക് വേണേൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പക്ഷേ ഡെൽറ്റ ക്യാപിറ്റൽ ടിയിലെ പീരീഡ് അല്ല തന്നിരിക്കുന്നത്, നമുക്ക് തന്നിരിക്കുന്നത് ടൈം ഫോർ 100 ഓസിലേഷൻസ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് ക്യാപിറ്റൽ ടിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇക്വേഷൻ കിട്ടുമോ എന്ന് നോക്കാം. അപ്പം പീരീഡ് ഓഫ് ഓസിലേഷൻ ക്യാപിറ്റൽ ടി എന്ന് വെച്ചാൽ ടൈം ഫോർ 1 ഓസിലേഷനാണ്. ഇപ്പോൾ n ഓസിലേഷനുള്ള സമയം അറിയാമെങ്കിൽ നമുക്ക് 1 ഓസിലേഷനുള്ള ടൈമാണ് ടൈം പീരീഡ്. അപ്പോൾ ഇതിൻ്റെ ഡെൽറ്റ ടി എടുക്കുന്നു, ഡിഫറൻഷിയേറ്റ് ചെയ്താണ്. തൽക്കാലം ഇത്ര ഓർക്ക് ഈ സൈഡിൽ ഡെൽറ്റ ടി കൊടുത്തു. അപ്പോൾ അപ്പുറത്തെ സൈഡിലും ടൈമിന് ഡെൽറ്റ വാല്യൂ കൊടുക്കണം. കണ്ടോ? അപ്പോൾ 2 ഇക്വേഷൻ ഇവിടെ കിട്ടി. ക്യാപിറ്റൽ ടിയുടെ ഒരു ഇക്വേഷൻ കിട്ടി, അതുപോലെ ഡെൽറ്റ ടിയുടെ ഒരു ഇക്വേഷൻ കിട്ടി. 2വിനെ 1 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്തേ. 2 ഡിവൈഡഡ് ബൈ 1 എന്ത് കിട്ടും? ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ടി ഇസ് ഈക്വൽ ടു ഡെൽറ്റ സ്മാൾ ടി ഡിവൈഡഡ് ബൈ സ്മാൾ ടി. എന്നും എന്നും ക്യാൻസൽ ആയിപ്പോകും. ഇത് തന്നെയല്ലേ നമ്മുടെ നേരത്തെ കണ്ട ഇക്വേഷൻ, ഡെൽറ്റ ജി ബൈ ജിയുടെ ഈ മെയിൻ ഇക്വേഷനിൽ വരുന്ന ടേം അല്ലേ ഡെൽറ്റ ക്യാപിറ്റൽ ടി ബൈ ടി. അപ്പോൾ കണ്ടോ, ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള എല്ലാം നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്കിനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ ജി ബൈ ജി ഇസിക്കൽ ടു ഡെൽറ്റ എൽ ബൈ എല്ലിന് 0.1 ഡിവൈഡഡ് ബൈ 20 പ്ലസ് 2 ടൈംസ് ഡെൽറ്റ ക്യാപിറ്റൽ ടി ബൈ ടി എന്ന് വെച്ചാൽ അത് ഡെൽറ്റ സ്മാൾ ടി ബൈ ടി ആണ്. ഡെൽറ്റ സ്മാൾ ടി 1 സെക്കൻഡ് ആണ്, സ്മാൾ ടി 90 സെക്കൻഡ്സും ആണ്. അപ്പോൾ ഡെൽറ്റ ജി ബൈ ജി കിട്ടി. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് എററിലേക്ക് മാറ്റം. ഡെൽറ്റ ജി ബൈ ജി ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു 0.1 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 100 പ്ലസ് 2 ബൈ 90 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് വെട്ടാവുന്നതൊക്കെ വെട്ടിയിട്ട് എഴുതാം. 0.1 ഇൻറ്റു 10 വരും, അപ്പോൾ 1 ആകും അത്. അപ്പോൾ 1/2 പ്ലസ് 20/9. 1/2 എന്ന് വെച്ചാൽ 0.5 ആണ്. 0.5 പ്ലസ് 20/9 എത്രയാണ്? 2 ടൈംസ് 18 വരും, ബാലൻസ് 2 ആണ്, അവിടെ 2 വരും. അപ്പം 2.222 എന്ന് അങ്ങനെ പോകും അല്ലേ. അപ്പോൾ 0.5ഉം 2.2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 2.722. ഇപ്പോഴത്തെ സൈഡിലേക്ക് ഞാൻ ഫൈനൽ ആൻസർ എഴുതാം. സോ ഡെൽറ്റ ജി ബൈ ജി ഇസ് ഈക്വൽ ടു 2.72%. ഇത് നമ്മുടെ ടെക്സ്റ്റിൽ അപ്രോക്സിമേറ്റ്ലി 3% എന്നാണ് റിലേറ്റീവ് എറർ കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഈ പ്രോബ്ലം പല പ്രാവശ്യം ചെയ്യണം. ആദ്യം ടിയുടെ ഇക്വേഷൻ എഴുതണം, അത് സ്ക്വയർ ചെയ്ത് ജി എടുത്ത് എഴുതണം, അതിൽ നിന്ന് ഡെൽറ്റ ജി ബൈ ജി എഴുതണം. ഈ ബോക്സിൽ ഇട്ടിരിക്കുന്ന ഈ ഒരു ഇക്വേഷൻ എഴുതണം. അത് എഴുതാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ ഡെൽറ്റ എൽ ബൈ എൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. പക്ഷെ ഡെൽറ്റ ക്യാപിറ്റൽ ടി ബൈ ടി ഇല്ല. അതിലേക്ക് വരുന്നത് എങ്ങനെയെന്ന് ചെയ്ത് മനസ്സിലാക്കണം, എന്നിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇത് 1-2 പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ നമുക്ക് എക്സാമിന് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ നോട്ട്ബുക്കിൽ തന്നെ എഴുതിയിടുക. പ്രോബ്ലം ബുക്കിൽ എക്സസൈസ് മതി. ഇത് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പം നല്ല ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ എറർ അനാലിസിസിൽ അല്പം ടഫായിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ചെയ്ത് തന്നത്. നന്നായിട്ടത് ചെയ്ത് പഠിക്കുക.